എടാ അവള് കാളിയന്തലക്കിഴക്കയിലെയാ കറുത്തച്ഛനൂട്ടുന്നവര്. എന്ന് വെച്ചാ സംഗതി പഴയ കുടുംബക്കാരും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെയാ. പുറമേന്ന് നോക്കുമ്പോൾ മിശിഹായോടും തിരുസഭയോടും ഒക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്നവര്. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളി വരും, ഒക്കത്തില് സംബന്ധിക്കും, പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടതെല്ലാം വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. പക്ഷെ പുറത്ത് ആരും അറിയാതെ അവരുടെ കുടുംബങ്ങളിൽ ചില രഹസ്യ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. സഭയ്ക്കും പ്രമാണങ്ങൾക്കും നിരക്കാത്ത ചില കർമ്മങ്ങള്, വെച്ചാരാധനകള് ഒക്കെ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുള്ളതാന്നേ. കാളിയന്തല കിഴക്ക്, പുത്തൻ ചേർപ്പാട്ട്, കുന്തക്കാലി, ഇങ്ങനെ ചില കുടുംബങ്ങളുണ്ട്. എന്തായാലും ഇവിടുന്നൊന്നും നമ്മുടെ വീടുകളിലോട്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചോണ്ട് വരാറുമില്ല, അങ്ങോട്ടോട്ട് കെട്ടിച്ചയക്കാറുമില്ല. അമ്മച്ചിയുടെ ഈ പഴംപുരാണത്തിൽ നിന്നാണ് എൻ്റെ മനസ്സിൽ സംശയങ്ങൾ പൊങ്ങിയതും സ്വസ്ഥതയില്ലാതായതും. അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞതിൻ്റെ ഓത്തൻറ്റിസിറ്റി എത്രയെന്നറിയാൻ ഞാൻ വെറുതെ നെറ്റിലൊന്നും തപ്പി. അങ്ങനെ ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചില സൂചനകൾ അവിടെ ഇവിടെ കണ്ടു. തേവലക്കരയും ഉദയംപേരൂരും കുന്നംകുളത്തൊക്കെയായി ചെതറിക്കിടക്കുന്ന 10-40 കുടുംബക്കാരെ കുറിച്ചാണ് ഈ ആക്ഷേപം. പരസ്യമായി ദൈവജനമെന്ന് സ്വയം പറഞ്ഞു നടക്കുമ്പോഴും കള്ളും പെണ്ണും പൊന്നും വെച്ച് രഹസ്യമായി ഏതോ ഇരുണ്ട ശക്തിക്ക് വിരുന്നൊരുക്കാറുണ്ട് ഇവർ. ആ ചടങ്ങിന് ഇവർക്കിടയിൽ തന്നെ പറയുന്ന പേരാണ് കറുത്തച്ഛനൂട്ട്. എൻ്റെ ചിന്ത പോയത് വേറൊരു വഴിക്കാണ്. അമ്മച്ചി പറഞ്ഞതും കഴിഞ്ഞ ദിവസം നീ പബ്ബിൽ കണ്ട കാഴ്ചയും CPRCയിൽ വെച്ച് ജെയ്സൺ പറഞ്ഞതൊക്കെ ചേർത്ത് വായിച്ചാൽ ഇളയിലേക്കുള്ള ലിങ്കാണോ ഈ ഡേസി എന്നൊരു സംശയം. അങ്ങനെ സംശയിക്കാൻ എനിക്ക് സോളിഡ് ആയിട്ടുള്ള മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഇള കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് പള്ളിമുറ്റത്ത് വെച്ച് നടന്നൊരു സംഭവം. അറ്റ് ഗാർഡൻ സെന്റർ നായിക്കൂടെ ഡേസി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടെക്സ്റ്റിന്റെ പൂർണ്ണരൂപം എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്നും നേരെ ഉണ്ണിയും മറ്റും പോയ ഹൈപ്പർ മാർക്കറ്റ്. സംഭവം നടന്ന സ്ഥലം അല്ല. ഇതൊക്കെ എൻ്റെ വെറും സംശയങ്ങൾ മാത്രമാണ് കേട്ടോ. അങ്ങനൊരു സംശയമുണ്ടേ നമുക്കത് തീർക്കണ്ടേ സിറിയാക്ക്? വേണം. പക്ഷെ എങ്ങനെ? അവളാണെ നാളെ നാട്ടിൽ പോകാനിരിക്കുക. അപ്പൊ ശരി, ചെക്ക് ഇൻ ചെയ്യുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണോ? ഏയ് വേണ്ട, ഡ്യൂട്ടി ഉള്ളതല്ലേ. ഫിലിപ്പ് കിട്ടോ? എങ്കിൽ ശരി, ടേക്ക് കെയർ. ബൈ ബൈ ബൈ. സിറിയാക്ക്, എന്താ ചെറിയൊക്കെ എന്ത് പറ്റി? എന്നാ പറയാനാണ്, ഇവൻ ചെറിയൊരു സ്ട്രൈക്ക്. ഞാനത് സോൾവ് ചെയ്യായിരുന്നു. ഡാ നീ പോയി സ്റ്റാർട്ട് ചെയ്തേ. ഓ എനിക്ക് മേലെ ഇനി മണിക്കൂർ ഒന്നായി പരിപാടി തുടങ്ങിയിട്ട്. അറിയാവുന്ന ആരെയും വിളിച്ച് കാണിക്ക് സിറിയാക്കെ. ഡാ അത് ഫിലിപ്പേ, വെള്ളമുണ്ടോ നിങ്ങളുടെ വണ്ടിയിൽ? ദാഹിച്ചിട്ട് വയ്യ. അതുകൊണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, വെള്ളമൊക്കെ ഞാൻ എടുത്തോളാം. മാഷ് പറ്റി ഇവനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്ക്. ഓ കുറെ നേരമായി. ഡ്രൈവർ സൈഡ് ഡോർ പാഡിലാണേ. ആ ഒന്ന് ട്രൈ ചെയ്തേ. കണ്ടില്ലയോ, ഐശ്വര്യമുള്ള മോൻ തൊട്ടപ്പോഴേക്കും സംഗതി റെഡിയായേ. ആ ഇതെങ്ങനെ ഒപ്പിച്ചു? താങ്ക്സ് ഫിലിപ്പേ. ഇനി എനിക്ക് താൻ വിട്ടോ, അല്ലെ തൻ്റെ ഡ്യൂട്ടി മുടങ്ങും. അത് ശരിയാ, ഇപ്പൊ തന്നെ ലേറ്റാ. എങ്കിൽ ശരി, ബൈ. ഓക്കെ ബൈ. വണ്ടിയുടെ 30 മീറ്റർ ചുറ്റളവിൽ മാത്രമേ ആ മൊബൈൽ ഫോൺ ജാമർ എഫക്റ്റീവ് ആകൂ. അതുകൊണ്ട് അയാൾ ഓഫീസിലെത്തുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നിരിക്കണം. നീ പെട്ടെന്ന് വിട്ടോ, ബാക്കി ഞാൻ ഏറ്റു.
ഇതുവഴി നേരെ പോയാൽ ബി റോഡിലേക്ക് ഒരു എക്സിറ്റ് കിട്ടും. ദൂരം കൂടുതലാണ്, പക്ഷേ സ്പീഡ് ക്യാമറാസ് ഇല്ല. ഹലോ. ഹലോ ഡേസി, ഞാൻ സിറിയക്കാണ്. ആ സിറിയക്. അല്പം മുമ്പ് ഞാൻ കുറേ ട്രൈ ചെയ്തിരുന്നു ഡേസിയെ, പക്ഷെ കിട്ടുന്നില്ലായിരുന്നു. ഓ സോറി, ഞാൻ നാട്ടിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ എയർപോർട്ടിലാണ്. കുറച്ച് മുമ്പ് സെക്യൂരിറ്റി ചെക്കിലായിരുന്നു, അതായിരിക്കും വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. എന്താ സിറിയക്? അത് ഡേസി, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ കൂപ്പർ റോഡിലെ റൗണ്ട് അബൌട്ടിന് അടുത്ത് വെച്ച് ഫിലിപ്പിനൊരു ആക്സിഡന്റ്. എന്നിട്ട് ഒരു പോളിഷുകാരൻ്റെ വണ്ടിയായിട്ടൊന്ന് ഇടിച്ചതാ. ഭാഗ്യത്തിന് ഞാനും ആഡോ അപ്പോൾ ആ വഴി പാസ് ചെയ്യായിരുന്നു. ഇപ്പൊ ആംബുലൻസിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പേടിക്കണ്ട, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഫിലിപ്പിന്റെ കാറിനുള്ളിൽ അരമണിക്കൂർ മുമ്പെടുത്ത് ഒരു എയർപോർട്ട് എൻട്രി പാസ് കണ്ടിരുന്നു. അങ്ങനെ മനസ്സിലായേ ഡേസി ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ ഫോണിൽ കിട്ടാതായപ്പോൾ ഞാൻ ആഡമിനെ എയർപോർട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്താ സിറിയക് ചെയ്യണ്ടേ? എങ്ങോട്ടാ വരണ്ടേ? ഒഴിവാക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എയർപോർട്ടിന്റെ വെളിയിലെത്തുക. അപ്പോഴേക്കും മാഡം അവിടെ എത്തിയിട്ടുണ്ടാവും. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ. വാ, വേഗം വന്ന് കയറും. ഡെയ്സിയുടെയും ഡെയ്സിയുടെ ഫാമിലിയുടെയും മുഴുവൻ ചരിത്രം ഞങ്ങൾക്കറിയാം. സോ ഐ സജസ്റ്റ് ലെറ്റ്സ് കട്ട് ടു ദ ചേസ്. മാഡം, ഞാൻ പറഞ്ഞല്ലോ, ഇഴയുടെ മിസ്സിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഇത് നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ചേക്കുക. വെറും സംശയങ്ങളുടെ ഊഹങ്ങളുടെ പുറത്ത് ഞങ്ങൾ ഡെയ്സി എവിടെ ഇങ്ങനെ കൊണ്ടിരുത്തുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഡെയ്സിക്ക് ഉത്തരം തരാം, തരാതിരിക്കാം. ദാറ്റ്സ് അപ് ടു യു. അത് പക്ഷേ ഇന്ത്യൻ സമയം നാളെ കാലത്ത് 10 മണി വരെ മാത്രമായിരിക്കും. അപ്പോഴേക്കും ഡെയ്സി നാട്ടിലെത്തിയിട്ടില്ലെന്നും മിസ്സിംഗ് ആണെന്നുമുള്ള വിവരം വേണ്ടപ്പെട്ടവരൊക്കെ അറിയും. പിന്നീട് ഒരിക്കലും ഡെയ്സി ഫിലിപ്പിനെയും കുഞ്ഞുങ്ങളെയും കാണില്ല, അതുറപ്പ്. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ മുഴുവൻ മുൻപിൻ നോക്കാതെ ഞാനങ്ങ് തീർക്കും.